ഹായ് എവരി വൺ. നമുക്കിന്ന് പെട്ടെന്ന് ഒരു 10 മിനിറ്റിൽ നമ്മുടെ പ്രഷർ കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റുന്ന, അധികം സ്പൈസി ഒന്നും ഇഷ്ടപ്പെടാത്തവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സൂപ്പർ ചിക്കൻ ഗീ റൈസിൻ്റെ റെസിപ്പി നോക്കിയാലോ. ഇത് വളരെ ഈസിയാണ് കേട്ടോ. നമുക്കാദ്യം ഇൻഗ്രീഡിയൻസിലോട്ട് പോവാം. ഇവിടെ ഞാൻ ആദ്യം ഒരു 250 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ ഒരു 3 തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളിയാണ് ഇതിൽ മെയിൻ. പിന്നെ ഒരു 1.5 സവാള, പിന്നെ കുറച്ച് കറി ലീവ്സും മല്ലിയിലയും കൂടെ വെച്ചത്, പിന്നെ 2 പച്ചമുളക് മൊത്തത്തിൽ എടുത്തതുണ്ട്, പിന്നെ കുഞ്ഞുള്ളി, ജിഞ്ചർ, ഗാർലിക് ഇതെല്ലാം ക്രഷ് ചെയ്തത്, പിന്നെ കുറച്ച് കിസ്മിസ് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കുക്കർ ഗ്യാസിൽ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നെ ഒരു ഇച്ചിരി സ്പൈസസ്, ഇച്ചിരി ജീരകവും ഇതുകൊണ്ട് ഇട്ടിട്ട് നമ്മൾ ഈ വെച്ചേക്കുന്ന മസാല മൊത്തത്തിൽ അങ്ങോട്ട് ഇടാം. അതിട്ട് നന്നായിട്ട് ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുക. അതിങ്ങനെ വഴണ്ട് വരുമ്പോൾ ഇച്ചിരി ആ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് വരുമ്പോൾ ഇച്ചിരി ജിഞ്ചർ ഗാർലിക്കിൻ്റെ പേസ്റ്റ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഇച്ചിരി ടേമറിക് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലോട്ട്, അതായത് നന്നായിട്ട് വരണ്ട് വന്ന് എന്ന് നമുക്ക് മനസ്സിലാവുന്ന ഇതാകുമ്പോൾ ഇച്ചിരി ഗരം മസാലയും കൂടെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം. നമ്മൾ ക്ലീൻ ചെയ്ത് ഡ്രെയിൻ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കനാണ്. അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഓൾറെഡി ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നുണ്ട്. നമ്മൾ ആവശ്യത്തിനുള്ള ചിക്കൻ ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ട് ആ ചിക്കൻ തന്നെയാണ് ഇടുന്നത്. ഇച്ചിരി പെപ്പർ പൗഡർ അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ 1/2 കപ്പ് അരിയാണ് എടുത്തേക്കുന്നത്. 1/2 കപ്പ് അരി എടുക്കുമ്പോൾ 1 കപ്പ് വെള്ളം ഞാൻ അതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ 1/2 കപ്പ് അരി നന്നായിട്ട് അതും കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ അരിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, നമ്മൾ ഓൾറെഡി ചിക്കന് വേണ്ടിയിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അരിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ഇച്ചിരി നെയ്യും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്രഷർ കുക്കർ നമുക്ക് അടച്ച് വയ്ക്കാം. അടച്ച് ഒരു 2 വിസിൽ മതി. 2 വിസിൽ നമ്മുടെ റൈസും ചിക്കനും കൂടെയും വെന്ത് കിട്ടും. നമ്മളിങ്ങനെ തുറന്ന് നോക്കുമ്പോൾ സൂപ്പറായിട്ട് പെട്ടെന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ റോസ് കൈമയുടെ റൈസ് എടുത്തേക്കുന്നത്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചിക്കൻ ആണെങ്കിലും അതേ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു സൂപ്പർ ചിക്കൻ റൈസാണ്.